നവരാത്രി ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി GST സമ്പാദ്യോത്സവം. GST 2.0 പരിഷ്കരണം അവശ്യവസ്തുക്കൾ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, കാറുകൾ തുടങ്ങി നിരവധി വസ്തുക്കളുടെ വില കുറച്ചു. നികുതി ഇളവുകൾക്കപ്പുറം ഈ നടപടി സ്വദേശി ഉത്പന്നങ്ങൾ വാങ്ങുന്നത് പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക വ്യവസായങ്ങളെ ഉത്തേജിപ്പിക്കുകയും സ്വാശ്രയ ഇന്ത്യ എന്ന ദർശനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. രാജ്യത്തുടനീളം നവരാത്രി ആഘോഷങ്ങൾക്ക് ഉണർവേകി GST 2.0 പരിഷ്കരണങ്ങൾ പ്രാബല്യത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അവസരത്തെ GST സമ്പാദ്യോത്സവം എന്നാണ് വിശേഷിപ്പിച്ചത്. GST 2.0 നടപ്പാക്കിയതോടെ 5%, 18% മാത്രമുള്ള ലളിതമായ നികുതി ഘടന രാജ്യത്ത് നിലവിൽ വന്നു. മിക്ക ദൈനംദിന ഉപഭോഗ വസ്തുക്കളും കൂടുതൽ താങ്ങാനാകുന്ന നിരക്കിലേക്കെത്തി. ജനങ്ങൾക്ക്, പബ്ലിക്കിന്, കസ്റ്റമേഴ്സിന് വളരെ ഉപകാരപ്രദമായിട്ട് വരാവുന്ന ഒരു ടാക്സേഷൻ സംവിധാനമാണ് ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 100 രൂപയുടെ സാധനത്തിന് 13 രൂപയെങ്കിലും വില കുറഞ്ഞ് കസ്റ്റമർക്ക് കിട്ടാവുന്ന ഒരു ബെനിഫിറ്റ് സോപ്പുകളും ഹൗസ് ഹോൾഡ് സാധനങ്ങളും എല്ലാം 10-13% കുറഞ്ഞ വിലയ്ക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ടാക്സേഷൻ സംവിധാനമാണ് ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. മുൻപ് 12% നികുതി ചുമത്തിയിരുന്ന ഇനങ്ങളിൽ 99% ഇപ്പോൾ 5% നികുതി പരിധിയിലാണ്. നേരത്തെ ഉണ്ടായിരുന്ന 28% ടാക്സ് ഉണ്ടായിരുന്നത് മാറിയിട്ട് 18% ടാക്സിലോട്ട് മാറി. അപ്പോൾ ഓണത്തിനുണ്ടായിരുന്നൊരു സെയിലിൻ്റെ ഒരു കുറവ്, GST മാറുന്നതിൻ്റെ ഒരു കാത്തിരിപ്പ് എല്ലാ കസ്റ്റമറിനും ഉണ്ടായിരുന്നു. അത് നമുക്കും നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്ന GSTയുടെ കുറവും ഇപ്പോഴത്തെ കസ്റ്റമർ വാക്കിങ്സിനും ഇപ്പോഴത്തെ എൻക്വയറിയും നല്ല രീതിയിൽ കൂടി. പല ബ്രാൻഡുകളുടെ ഇപ്പോൾ വാഷ്, റെഫ്, TV എന്നീ സാധനങ്ങൾക്കൊക്കെ 28% എന്നുള്ളത് 18%, ഏതാണ്ട് ഒരു 10% വ്യത്യാസം വന്നപ്പോൾ ഒരുപാട് പർച്ചേസ് ഈ ഓണം സമയത്ത് വീട് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നവരൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഈ സമയത്താണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമറൊക്കെ ഇപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാണ്. ഒരുപാട് പേര് വരുന്നുമുണ്ട്, ഇപ്പോൾ നല്ല തിരക്കുമാണ്. അപ്പോൾ ഓഫറിൻ്റെതും കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ബെനിഫിറ്റ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നികുതിയിലെ ഈ മാറ്റം വീട്ടുപകരണങ്ങളും ഇലക്ട്രോണിക് വസ്തുക്കളും താങ്ങാവുന്ന നിരക്കിലേക്ക് എത്തിച്ചു. പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്ന തിങ്കളാഴ്ച മുതൽ വലിയ ആവേശത്തിലാണ് സംസ്ഥാനത്തെ കടകമ്പോളങ്ങൾ. വാഷിംഗ് മെഷീനുകൾ, ടെലിവിഷനുകൾ പോലുള്ള ഗൃഹോപകരണങ്ങളുടെ കുറഞ്ഞ നികുതി കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിച്ചു. ഇത് സാധാരണ ജനങ്ങൾക്ക് നല്ലൊരു കാര്യമാണ്. കാരണം GST ഇപ്പോൾ വന്നിരുന്ന പുതിയ മാറ്റം സാധാരണക്കാർക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ ലക്ഷറിയല്ല, സാധാരണ ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളായിരുന്നാലും മറ്റു സാധനങ്ങളായിരുന്നാലും ഈ GST ഒഴിവാക്കി കിട്ടുന്നതിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് തന്നെയാണുള്ളത്. നമുക്ക് ജനങ്ങൾക്ക് പിന്നെ GST ആയിരുന്നാലും നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഇത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു നിലപാട് വളരെയധികം സാധാരണ ജനങ്ങൾക്ക് പ്രയോജനമാണ്. അതിന് വളരെ രീതിയിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെയാണ്. നമ്മുടെ ഇന്ത്യയുടെ മുന്നോട്ടുള്ള കാലഘട്ടത്തിലേക്ക് നമുക്കിത് അത്യാവശ്യമാണ്. ഇത് എല്ലാ ജനങ്ങളിലേക്ക് എത്തണം. പുതിയ GST നിരക്കുകൾ മരുന്നുകളുടെ വിലയിലും കുറവുണ്ടാക്കി. അർബുദ മരുന്നുൾപ്പെടെ 36 മരുന്നുകൾക്ക് നികുതി പൂർണ്ണമായും ഒഴിവാക്കി. മാരക രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് വിലക്കുറവ് വലിയ ആശ്വാസം പകരുന്നതാണ്. മെഡിക്കൽ ഷോപ്പുകളിലെ ബില്ലിംഗ് സോഫ്റ്റ്വെയറുകളിലും ഇതിനനുസൃതമായ മാറ്റം വരുത്തിയതോടെ ആദ്യ ദിവസം മുതൽ ഇതിന്റെ പ്രയോജനം ഉപഭോക്താക്കൾക്ക് ലഭിച്ചു. രാവിലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക് നമ്മളെല്ലാതും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കസ്റ്റമറിന് മരുന്ന് വാങ്ങുമ്പോൾ MRPയിൽ നിന്നും ആ GSTയുടെ ആ ഒരു ഡിഫറൻസ് കുറച്ചിട്ടുള്ള വിലക്കാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെയാണ് ബില്ല് ഓൾറെഡി ചെയ്ത് വരുന്നത്. 2 സ്ലാബുകൾ എന്ന് പറയുന്നത് 28% എന്നുള്ളത് 18% ആയിട്ടുണ്ട്, 12% എന്നുള്ളത് 5% ആയിട്ടുള്ള ഒരു മാറ്റങ്ങൾ രാവിലെ തന്നെ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് അപ്ഡേഷൻ വന്നിട്ടുണ്ട്, നമുക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഓൾറെഡി നമ്മൾ ബില്ല് അടിക്കുമ്പോൾ തന്നെ നമ്മൾ ബില്ല് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. MRP വരുന്നത് 2.5 ആണെന്നുണ്ടെങ്കിൽ റേറ്റ് വരുന്നത് 2.4. അതായത് അതിൻ്റെ ഓരോന്നിൻ്റെ സ്ലാബിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 30 രൂപയുടെ സാധനം 28 അങ്ങനെയൊക്കെ റേഞ്ചിലാണ് ഇപ്പോൾ ഓൾറെഡി ബില്ല് അടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓട്ടോമാറ്റിക് എല്ലാം സോഫ്റ്റ്വെയറിൽ തന്നെ അപ്ഡേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെ ഒരു സംഭവം പ്രാബല്യത്തിൽ 22-ാം തീയതി മുതൽ നിലവിൽ വരുന്നത് കൊണ്ട് അതിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെ നമുക്ക് സോഫ്റ്റ്വെയറിൽ നിന്ന് ഇങ്ങനെ അപ്ഡേഷൻ വന്നുകൊണ്ടിരുന്നിരുന്നത് ഡെയിലി അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കാൻ. കാരണം അവർ അതിനുള്ള സംവിധാനങ്ങൾ സോഫ്റ്റ്വെയർ തന്നെ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിവിടെ ജസ്റ്റ് അപ്ഡേഷൻ ചെയ്താൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക് നമ്മുടെ സിസ്റ്റത്തിൽ അത് അപ്ഡേഷൻ ചെയ്യാത്തവർക്ക് ബില്ലടിക്കാനേ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു കാര്യം അപ്ഡേഷൻ ചെയ്യാതെ നമുക്ക് ബില്ലടിക്കാൻ പറ്റില്ല. അതായത് നിലവിലുള്ള MRPക്ക് നമുക്ക് ബില്ലടിക്കാൻ കഴിയില്ല. അതായത് ബില്ലടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അപ്ഡേഷൻ ചെയ്താലേ നടക്കുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ കസ്റ്റമറിന് കിട്ടുകയും ചെയ്യും.
GSTയിലെ കുറവ് മിക്കവാറും എല്ലാ ബ്രാൻഡുകളുടെയും വിവിധ കാറുകളുടെ വിലയിൽ 70,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ കുറവുണ്ടാക്കി. പുതിയ നിരക്ക് നിലവിൽ വന്ന തിങ്കളാഴ്ച തന്നെ സാധാരണ ദിവസങ്ങളേക്കാൾ 5ഉം 6ഉം ഇരട്ടി ബുക്കിംഗുകളാണ് കാറുകൾക്ക് ലഭിച്ചത്. ഈയൊരു തുടക്കം തുടർന്നാൽ ഈ ഉത്സവകാലം വാഹന വിപണിയുടെ ആഘോഷകാലമായി മാറും. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു GSTയുടെ ഡിഡക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആനുകൂല്യം കിട്ടിയിരിക്കുന്നത് കേരളത്തിലാണ്. കാരണം ഒരു ഓണം സെയിൽ കഴിഞ്ഞു നിന്ന ആ സമയത്താണ് GSTയുടെ പുതിയൊരു നിയമം കൊണ്ടുവന്നത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ബുക്കിംഗ് നേരത്തെ വന്നുകൊണ്ടിരുന്നതിനേക്കാൾ, അതായത് ഓണമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും അതിനേക്കാൾ ഒരു 40% 60% ബുക്കിംഗ് കൂടുതലാണ് നമുക്ക് വരുന്നത്. 2 വീലറിൻ്റെ പ്രൈസിലേക്ക് കാർ എത്തി എന്നുള്ളതാണ് ഈ ഒരു പ്രൈസ് മാറിയതിൽ ജനങ്ങൾക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ്. ഒരു 3,50,000 രൂപ ഉണ്ടെങ്കിൽ ഒരു കാർ എടുക്കാമെന്നുള്ളൊരു സ്വപ്നം എല്ലാവർക്കും പ്രാപ്തിയായി വന്നു. അപ്പോൾ അതെന്തായിരുന്നാലും നല്ലൊരു തീരുമാനമാണ് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ആനുകൂല്യമായിട്ട് വന്നിരിക്കുന്ന കേരള മാർക്കറ്റിലുമാണ്. നേരത്തെ നമുക്ക് ഡെയിലി വന്നുകൊണ്ടിരുന്നത് ഒരു 10 ബുക്കിംഗ് അല്ലെങ്കിൽ 20 ബുക്കിംഗാണ് ഒരു ഡീലർഷിപ്പിൽ വന്നുകൊണ്ടിരുന്നതെങ്കിൽ അതിപ്പോൾ 40ലേക്കോ അല്ലെങ്കിൽ 50ലേക്കോ ഡെയിലി ബുക്കിംഗ് നമുക്ക് മാറിയിട്ടുണ്ട്. ഉത്സവകാലത്ത് സാധനങ്ങൾ വാങ്ങാൻ പദ്ധതിയിടുന്ന കുടുംബങ്ങൾക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് GSTയിലെ ഈ മാറ്റം. GST 2.0 പരിഷ്കരണ ആനുകൂല്യങ്ങൾ ആദ്യ ദിവസം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനും സർക്കാരിന്റെ കൃത്യമായ ഇടപെടലിനായി.